ശ്രീ കെ.യു. ജിനീഷ് കുമാർ. സർ, കേസോട്ടോ രൂപീകരിച്ചതിന് ശേഷം അവയവദാന രംഗത്ത് നമ്മുടെ സംസ്ഥാനം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാൻ കഴിയും? യെസ് മിനിസ്റ്റർ. സർ, 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് പ്രകാരം അതിലെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് 2014 ആ ചട്ടങ്ങൾക്കനുസൃതമായിട്ട് ഓരോ സംസ്ഥാനത്തും ഒരു ഓർഗനൈസേഷൻ, ദേശീയ തലത്തിലുള്ള ഓർഗനൈസേഷന് സമാന്തരമായിട്ട് ഉണ്ടാകണം എന്നുള്ള ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് കേസോട്ടോ രൂപീകരിക്കുന്നത്. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് സർ കേസോട്ടോ രൂപീകരിക്കുന്നത്. 95 ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസോട്ടോ രൂപീകൃതമായതിനു ശേഷം അതിനു മുൻപുണ്ടായിരുന്ന കേനോസ് ആണ്, കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിംഗ് ആണ്. അത് മരണാനന്തര അവയവദാനവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ആശുപത്രികളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ നിലവിൽ കേസോട്ടോ നിലവിൽ സംസ്ഥാനത്തെ അവയവമാറ്റ പ്രക്രിയയിൽ പ്രത്യേകമായി മരണാനന്തര അവയവമാറ്റം, അവയവദാനം, അതോടൊപ്പം തന്നെ ലൈവ് ഡോണേഴ്സിൽ നിന്ന് അവയവങ്ങൾ ദാനം ചെയ്യുമ്പോഴുള്ള ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് കേസോട്ടോ നിലവിൽ വന്നതിന് ശേഷം സർ ട്രാൻസ്പ്ലാന്റുകൾക്ക് സമയബന്ധിതമായി ആ സെന്ററുകൾക്ക് ഇൻസ്പെക്ഷൻ നടത്തി ലൈസൻസ് കൊടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിൽ 49 ട്രാൻസ്പ്ലാന്റ് സെന്ററുകളാണ് ഉള്ളത്. ഇവിടെ ഉത്തരത്തിൽ പറഞ്ഞതുപോലെ 2023 ജൂൺ മാസത്തിൽ ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക വെബ്സൈറ്റ് രൂപീകരിച്ചിട്ടുണ്ട്. സാർ, ദേശീയ തലത്തിൽ ഇപ്പോഴും ഇതിനൊരു രജിസ്ട്രി ഇല്ല, എന്നാൽ സംസ്ഥാനത്ത് നമുക്കതിനൊരു രജിസ്ട്രി ഉണ്ട്. ഈ നെറ്റ്വർക്ക്, ഈ വെബ്സൈറ്റിൽ അത് പബ്ലിക് ഫ്രണ്ട്ലി ആയിട്ടും പൊതുജനങ്ങൾക്ക് കാണത്തക്ക നിലയിലുള്ള വിവരങ്ങൾ അവിടെയുണ്ട്. എന്താണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, എന്താണ് ഡൊണേഷൻ, അതിന്റെ നിയമങ്ങൾ ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. അതൊരു പബ്ലിക് ഇന്റർഫേസ് ആണ്. അതുകൂടാതെ ആശുപത്രികളിലേക്ക് രോഗികൾക്ക് ആശുപത്രിയുടെ ലോഗിനിലേക്ക് അതിൽ ലോഗിൻ ചെയ്തുകൊണ്ട് അവരുടെ വിവരങ്ങൾ എൻട്രി ചെയ്യാനായിട്ട് കഴിയും. സർ, എല്ലാ ആശുപത്രികളും ലൈസൻസ് എടുക്കുന്നു, ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ 49 ആശുപത്രികളും നിലവിൽ ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സർ, ഇത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ മേഖലയിൽ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് തുടർന്നും പോരുന്നുണ്ട്. അതിൽ ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റിയാണ് ബന്ധുവേതര അവയവദാനത്തിന് അംഗീകാരം നൽകേണ്ടത്. അപ്പോൾ ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റിക്ക് ട്രെയിനിങ് സംഘടിപ്പിക്കുക, മസ്തിഷ്ക മരണ സ്ഥിരീകരണത്തിനായി ഡോക്ടർമാരെ പരിശീലിപ്പിക്കുക, ട്രാൻസ്പ്ലാന്റ് ഡോക്ടർമാർക്ക് ട്രെയിനിങ് സംഘടിപ്പിക്കുക തുടങ്ങിയവയും കേസോട്ടോ നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ്. സർ, അതുകൂടാതെ കേസോട്ടോ സമയബന്ധിതമായി ഓഡിറ്റിംഗ് കൂടി സംഘടിപ്പിക്കാറുണ്ട്. മരണാനന്തര അവയവദാന ക്യാമ്പുകൾ വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചു. ഈ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ അവയവദാന സമ്മതപത്രം അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും. കേരളത്തിൽ മരണാനന്തര അവയവദാനം ഏകോപിപ്പിക്കുന്നതിനും അതോടൊപ്പം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ നിയമം അനുശാസിക്കുന്ന നിലയിൽ മരണാനന്തര അവയവദാനത്തിനൊപ്പം മറ്റ് ലിവിംഗ് ഡോണറിൽ നിന്നുള്ള അവയവദാനം അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനുമാണ് ഇപ്പോൾ കേസോട്ടോ ശ്രമിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ അവയവദാന രംഗത്ത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളം തെറ്റിദ്ധാരണകളും അജ്ഞതകളുമൊക്കെ നിലനിൽപ്പുണ്ട്. ഇതിനെതിരായിട്ടുള്ള ബോധവൽക്കരണം കേസോട്ടോയുടെ പ്രവർത്തനത്തിന്റെ പരിധിയിലുണ്ടോ? അത് അതിന്റെ ഭാഗമായി നടത്താൻ കഴിയുമോ? ബോധവൽക്കരണം. യെസ് മിനിസ്റ്റർ. സർ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. കാരണം ഈ സമീപകാലത്ത് ഈ മരണാനന്തര അവയവദാനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. സർ, വളരെ കരുതലോടെയും സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും നമ്മൾ ഇടപെടേണ്ട ഒരു മേഖലയാണിത്. കാരണം ഈ മരണാനന്തര അവയവദാനം സംബന്ധിച്ച് വാസ്തവത്തിൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഇപ്പോൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഒരു ബ്രെയിൻ ഡെത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യേണ്ടത് ആ ചികിത്സിക്കുന്ന ആശുപത്രിയിലെ ചികിത്സിക്കുന്ന ഡോക്ടറും ആശുപത്രിയുടെ സൂപ്രണ്ടും അവിടുത്തെ ന്യൂറോളജിസ്റ്റും, പിന്നെ കേരളം പ്രത്യേകമായിട്ട് ഇതിലൊരു കാര്യം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് സർ. അതായത് എംപാനൽ ചെയ്ത ഡോക്ടർ, ആ ഡോക്ടർ ഈ ആശുപത്രിയിലുള്ള ഒരാളാകരുത്, പുറത്തു നിന്നുള്ള ഒരു ഡോക്ടർ. അങ്ങനെ ഇവരടങ്ങുന്ന സംഘമാണ് ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടത്. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടതിന് നിയമം അനുശാസിക്കുന്ന നിലയിൽ തന്നെ സർ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അതായത് 6 മണിക്കൂർ ഇടവിട്ടുകൊണ്ട് ഈ പരിശോധന നടത്തണം. ബ്രെയിൻ സ്റ്റെം ഡെത്ത് ആണോ എന്നുള്ളത് പരിശോധിക്കണം. അത് മാത്രമല്ല ഈ പ്രോസസ്സ് മുഴുവൻ വീഡിയോ റെക്കോർഡും ചെയ്യണം. അപ്പം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വ്യവഹാരങ്ങൾ ഉൾപ്പെടെയുള്ളവ മരണാനന്തര അവയവദാനത്തെ നിരുത്സാഹപ്പെടുത്തുന്ന നിലയിലേക്ക് മാറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കേണ്ടത്, ഇപ്പോൾ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായാൽ
ഏതാനും മിനിറ്റുകൾക്കകം ആ മനുഷ്യ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും നിശ്ചലമാകും. അപ്പോൾ അങ്ങനെയുള്ള ശരീരത്തിൽ നിന്ന് കാർഡിയാക് അറസ്റ്റിന് ശേഷം നമ്മൾ അവയവം മാറ്റുന്നതിന് കഴിയുകയില്ല, അല്ലെങ്കിൽ ദാനം ചെയ്യുന്നതിന് കഴിയുകയില്ല. അതേസമയം ബ്രെയിൻ ഡെത്ത് ഉണ്ടായാൽ ബ്രെയിനിന്റെ ആ ഒരു ബ്രെയിൻ ചലനരഹിതമാകുകയും അല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കുകയും അതേസമയം മറ്റ് അവയവങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് വൈദ്യശാസ്ത്രം, ശാസ്ത്രലോകം അംഗീകരിച്ച ഈ ഒരു കാര്യം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായും മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മളൊരു കണക്കെടുത്താൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന അവയവദാനങ്ങളിൽ 10% താഴെ മാത്രമേ മരണാനന്തര അവയവദാനമുള്ളൂ. ബാക്കിയെല്ലാം അല്ലാതെയാണ്, ലിവിംഗ് ഡോണേഴ്സിൽ നിന്നാണ് ഈ അവയവദാനം നടക്കുന്നത്. സാർ, അതുകൊണ്ട് ശക്തമായിട്ടുള്ളൊരു ബോധവൽക്കരണ പ്രവർത്തനം ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നിരീക്ഷണങ്ങളും ഈ മേഖലയിൽ സംസ്ഥാന സർക്കാർ കേസോട്ടോയിലൂടെ നടത്തുന്നു.